എന്റെ പേരാണോ താങ്കളുടെ പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു നാടിന്റെ പേരാണോ താങ്കളുടെ ഒരു പ്രശ്നം? നമുക്കറിയാം, ഈ ഡയലോഗ് പല സമയത്ത് പലരിൽ നിന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നുണ്ട്. ഈ ഒരു ഡയലോഗ് കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ യൂറോപ്പിൽ മറ്റൊരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ മറ്റൊരു രീതിയിലായിരിക്കും. ആഹ് ഏത് തരത്തിലുള്ള ഒരു കൊള്ളരുതായ്മകളും മറച്ച് പിടിക്കാനുള്ള, അല്ലെങ്കിൽ വെള്ള പൂശാനുള്ള ഒരു ഡയലോഗായി മാറിക്കഴിഞ്ഞോ എന്റെ പേരാണോ താങ്കളുടെ പ്രശ്നം എന്ന ഈ ഒരു എന്താ പറയണേ, പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡയലോഗ് ഫാദർ സ്കോട്ട്സ് ലിബർ? പേര് എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ അത് മനസ്സിലാക്കണം. അത് ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും ഒരു പ്രത്യേകമായ സ്ഥല സവിശേഷത ഒക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ സ്കോട്ട്സ് ലീബ എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് എന്നെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും. എന്നെ അറിയാവുന്നവർക്കും എന്നെ അറിയാവുന്ന ആളുകൾക്ക് ഞാൻ എന്താണെന്നും എന്റെ പ്രവർത്തന ശൈലി എന്താണെന്നും എന്റെ പ്രവർത്തന പാരമ്പര്യം എന്താണെന്നും ഞാൻ ഏത് വിഭാഗമാണെന്നും എന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് എങ്ങനെയായിരിക്കാം എന്നുള്ള ഏകദേശം ഒരു ധാരണ എന്നെ അറിയാവുന്ന ആളുകൾക്ക് കിട്ടും. എന്ന് പറയുന്നത് പോലെ തന്നെ പേര് എപ്പോഴും ഒരു അടയാളപ്പെടുത്തലാണ്. ആ അടയാളപ്പെടുത്തലിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ അടയാളപ്പെടുത്തലുകൾക്ക് പേര് എന്നു മുതലാണ് ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയത്? അത് ബോധപൂർവം ഉള്ള ഒരു ശ്രമമാണ്. ഒരു കാലത്ത് ഈ നാട്ടിൽ തെറ്റിനെ തെറ്റാണെന്നും തിന്മയെ തിന്മയാണെന്നും അത് ഏത് സമുദായമായിക്കൊള്ളട്ടെ, ഏത് സമൂഹമായിക്കൊള്ളട്ടെ, അത് പറയുവാൻ ആർജവത്വമുള്ള നേതൃത്വം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ ആർജവത്വമുള്ള നേതൃത്വത്തിന് ഇടയിലേക്ക് ചില പ്രത്യേക വിഭാഗങ്ങൾ, കാരണം അവരാണല്ലോ ഇന്ന് ഈ പേരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആളുകൾ നുഴഞ്ഞു കയറാൻ തുടങ്ങിയപ്പോൾ സാമൂഹിക സാംസ്കാരിക മേഖലകളിലേക്ക് ഈ ഒരു സമൂഹം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയോടുകൂടെ പ്രവർത്തന ശൈലിയോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്ന നിമിഷം മുതലാണ്, അതിനുശേഷമാണ് ഈ പേര് ഒരു പ്രശ്നമാകുവാനായിട്ട് തുടങ്ങിയത്. ഈ പേരിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സാമുദായിക വിഷയമാക്കി മാറ്റുമ്പോൾ ഇവിടുത്തെ ആളുകൾ പലതും പറയാൻ ഭയക്കും, പലതും മറയ്ക്കുവാനായിട്ട് ആളുകൾ തയ്യാറാകും. കാരണം നമ്മുടെ നാട്ടിൽ ഏത് വിഷയത്തെ മറിക്കണമെങ്കിലും ഏത് വിഷയത്തെ ഊതിപ്പെരുപ്പിക്കണമെങ്കിലും അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു മതത്തെ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. ഒരു സിനിമ പ്രമോഷൻ കിട്ടണമെങ്കിൽ അതിനെ ക്രൈസ്തവനെ അവഹേളിക്കുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ആ സിനിമയ്ക്ക് ഭയങ്കര പ്രൊമോഷനാണ്. ഈ നാട്ടിലെ സകല കൊള്ളരുതായ്മ മറക്കണമെങ്കിൽ അതിന്റെ അറ്റത്ത് ഈ ഒരു പറയുന്ന മതത്തിന്റെ ആളുകളെ ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പിന്നീട് അങ്ങ് പരിപാവനമായ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. പേര് അടയാളപ്പെടുത്തുമ്പോൾ ഈ പേരല്ല പ്രശ്നം, ഈ നാമധാരികളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനവും അവരുടെ പ്രവർത്തന ശൈലിയും അവരെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നിലനിർത്തിക്കൊണ്ട് ഇതൊരു മത രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ള മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് 2047 മിഷന് വേണ്ടി അഹോരാർത്ഥം പണിയെടുത്തുകൊണ്ട് അവർ മുൻപോട്ട് വരുമ്പോൾ പേരല്ല പ്രശ്നം, ഇവരുടെ പ്രവർത്തനങ്ങളാണ്, ഇവരുടെ പ്രവർത്തന ശൈലികളാണ്. പക്ഷേ അവരുടെ പ്രവർത്തനത്തിന്റെ കൊള്ളരുതായ്മയും അവരുടെ പ്രവർത്തന ശൈലിയുടെ പോരായ്മയും മറയ്ക്കുവാൻ അവർ പേരിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെങ്കിലും എന്റെ പേര് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് സധൈര്യം പറയാൻ കഴിയണം, പേരല്ല ഇവിടെ പ്രശ്നം, നിന്റെ നിലപാടുകളും നിന്റെ പ്രവർത്തനങ്ങളും നിന്റെ ശൈലികളുമാണ് ഈ നാടിന് വിപത്താകുന്നത് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു പൊതുബോധം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങിനോട് അവസാനിക്കുകയുള്ളൂ.